എൻ്റെ പഠന ശുശ്രൂഷയിൽ സേവിയാ സംഘത്തിന്റെ പ്രസിഡന്റായി ആദ്യം നിയോഗിക്കപ്പെട്ടത് കോഴഞ്ചേരി സെന്ററിലാണ്. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കാരണം യുവജന സംഘത്തിന്റെ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ ഉടനെ എനിക്ക് തന്നൊരു ചുമതലയാണ്. എനിക്ക് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നല്ല ചിന്തന ചെയ്യണം, ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്ക് അതിനാണ് അവിടെ ഇരിക്കേണ്ടി വന്നു. ഞാൻ മാറ്റി. അതുകൊണ്ട് എനിക്ക് ആ ചുമതല തുടർന്ന് വരേണ്ടി വന്നത്. പിന്നെ സേവികാ സംഘത്തിന്റെ പ്രസിഡന്റായി ഞാനൊരു നന്നായിട്ട് 3 വർഷം ഇരിക്കുന്നത് ഇവിടെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സേവികാ സംഘത്തിന്റെ പ്രസിഡന്റ് ആകുന്നതാണ് നല്ലത്. കാരണം യുവജന സംഘത്തിന്റെ ഞാനിപ്പോൾ യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിട്ടായിരുന്നു. അവരെ പോലെ നിങ്ങൾക്കൊരു ശല്യമില്ല, വലിയ ബഹളങ്ങളില്ല, ചോദ്യങ്ങളില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. ഇനി ഞാൻ എൻ്റെ പട്ടത്തെ സ്പെഷ്യൽ ബാക്കിയുള്ള കാലഘട്ടത്തിൽ സേവികാ സംഘത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ ഇരിക്കാൻ ഒക്കുമോ എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഇടവാംഗമാണെങ്കിലും റീജിയണൽ സെക്രട്ടറി സൂസൻ, അതുപോലെ തന്നെ ചുമതലക്കാർ, ഈ ഡെട്രോയിറ്റ് മുതൽ ഇവിടെയുള്ള എല്ലാ ഇടവകയിലെയും സേവികാ സംഘാംഗങ്ങൾ ഞങ്ങൾക്ക് കുടുംബമായി നൽകിയ എല്ലാ കരുതലിനെയും സ്നേഹത്തെയും സന്തോഷത്തോടെ ഓർക്കുകയും ഞങ്ങൾക്ക് ഈ ഒരു മധുരകരമായ അനുഭവം സ്മരണയിൽ സൂക്ഷിക്കുവാനിടയാകത്തക്ക വിധത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമായിരുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന മെയ് മാസം 1-ാം തീയതി മുതൽ ഞാൻ കരവാളൂർ എന്ന് പറയുന്ന സ്ഥലം ഈ കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്തൊരു സ്ഥലമാണ്. കരവാളൂർ ബത്തേൽ മാർത്തമായിട്ട് വികാരിയായി ചുമതലയേൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ വീണ്ടും ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യും. ഞാനൊരു വാക്യം ഒന്ന് വായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 8 verses 1 through 14. അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും സൂസനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് മറ്റ് പല സ്ത്രീകളും ഉണ്ടായി. ലോകത്തിന്റെ ചരിത്രം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആരംഭിക്കുന്നത് സ്ത്രീകളിലൂടെ. സൃഷ്ടി ചരിത്രം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ചരിത്രത്തിന്റെയും മനുഷ്യ ജീവിതത്തിന്റെയും ഗതിയെ മൊത്തമായി മാറ്റിമറിക്കുവാൻ കാരണക്കാരിയായത് ആദ്യ സ്ത്രീയാണ്. പുതിയ നിയമചരിത്രം പഠിക്കുമ്പോഴും ലോക ചരിത്രത്തെ മുഴുവനായി മാറ്റിമറിക്കുവാൻ ഇടയാക്കിയതും ഒരു സ്ത്രീയിലൂടെ. അപ്പോൾ ഈ ക്രിയേഷനും ന്യൂ ക്രിയേഷനും, സൃഷ്ടിയും പുതിയ സൃഷ്ടിയും, ഇത് രണ്ടും ഒരു സ്ത്രീയിലൂടെയാണ് കർത്താവ് അല്ലെങ്കിൽ ദൈവം നിർവഹിക്കുന്നത് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിനോടൊപ്പം നിരന്തരമായി യാത്ര ചെയ്ത ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു. ഞാൻ ഈ വായിച്ച വേദഭാഗം അതുകൊണ്ട് അത് വായിച്ചു. ഈ 12 അപ്പോസ്തലന്മാരുടെ പേരെ നമുക്കറിയത്തുള്ളൂ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ. എന്നാൽ ഈ 12 അപ്പോസ്തലന്മാരല്ല കർത്താവിന്റെ ശിഷ്യന്മാർ. ഈ ഡിസൈപ്പിൾസ് എന്നുള്ളതായ ആ ഒരു ഗ്രൂപ്പിൽ ഈ 12 പേരല്ല, അവരെ അപ്പോസ്തലന്മാരെന്ന് അറിയപ്പെട്ടു. ഡിസൈപ്പിൾസിന്റെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ 12 പേരാണ്. അല്ല, കർത്താവിന്റെ ശിഷ്യന്മാരും ശിഷ്യകളും ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ വായിച്ചു അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു. അവരോടൊപ്പം നിരന്തരമായ കർത്താവിനോടൊപ്പം സഞ്ചരിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ഈ വേദപുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഒരു
മെയിൽ ഡോമിനേഷൻ നിലവിലുണ്ടായിരുന്നു, ഒരു പുരുഷ മേധാവിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ കുറച്ചുകൂടെ ശക്തമായതുകൊണ്ട് ഈ മെയിൽ ഡോമിനേഷൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല സ്ത്രീകളും വേണ്ടതുപോലെ പരിഗണിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ പല പുരുഷന്മാരെക്കാളും കുറച്ചുകൂടെ വളരെ പ്രസക്തമായും ശക്തമായും നേതൃത്വം കൊടുത്തത് സ്ത്രീകളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അവരാരും ചരിത്രത്തിൽ വേണ്ടതുപോലെ പരിഗണിക്കപ്പെട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് ഈ മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മോശയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തതായ ആളുകൾ ആരൊക്കെയാണ്? ആളാണ് അല്ലേ? നമ്മൾ മിറിയത്തിന്റെ പേരെ നമുക്ക് അറിയത്തുള്ളൂ, കാരണം അവളാണ് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷെ മിറിയം മാത്രമല്ല, ആരുണ്ടായിരുന്നു? അഹരോൻ. അഹരോൻ ശിക്ഷിക്കപ്പെട്ടിരുന്നത് മാത്രമല്ല, അഹരോനെ അങ്ങ് ഉൾക്കൊണ്ടു. ആരെ തള്ളി? ബരാക്കിന് ഇസ്രായേൽ മക്കളുടെ ഈ ഏറ്റവും ശക്തമായ ദശാസന്ധിയിൽ, അവരുടെ ഏറ്റവും ദുർഘട സന്ധിയിൽ ആലോചന നൽകുന്നതും അവനെ നയിക്കുന്നതും ദെബോറയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, പിന്നീട് ദെബോറ നമ്മൾ വായിക്കുമ്പോൾ ഈ ബരാക്കിനെ നമുക്കറിയാം, ബരാക്കിന്റെ കൂടെ നിന്ന ന്യായാധിപന്മാരെ അറിയാം. പക്ഷേ ഈ ബരാക്കിനെ പ്രേരിപ്പിച്ചതും നിർദ്ദേശങ്ങൾ കൊടുത്തതുമായ ദെബോറയാണ്. ഈ എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ഒരു ജനത മുഴുവൻ നശിക്കപ്പെടുവാൻ ഇടയാകാവുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവിടെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒറ്റ വാക്കുകളിലൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ശിഷ്യന്മാരുടെ കൂട്ടത്തിലോ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലോ ഒന്നും സ്ത്രീകളുടെ പേര് പറയുന്നത് പുരുഷന്മാരുടെ ഒരു പുരുഷ മേധാവിത്വം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അതിനൊരു വ്യത്യസ്തത പുലർത്തിയത് വിശുദ്ധ ലൂക്കോസ് ആണ്. വിശുദ്ധ ലൂക്കോസ് മാത്രമാണ് സുവിശേഷകരുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തെ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾ 4 സുവിശേഷം, കർത്താവിന്റെ പരിസ്ഥിതി സുരക്ഷയെ കുറിച്ച് നമുക്ക് വായിക്കുന്ന 4 സുവിശേഷം, ഈ 4 സുവിശേഷം വെച്ച് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ അതിനകത്ത് സ്ത്രീകളെ സൗഖ്യമാക്കിയതും യേശുവിന്റെ അടുക്കൽ വന്ന സ്ത്രീകളും യേശുവിന്റെ കൂടെ നടന്നവരെ കുറിച്ച് ഈ പറഞ്ഞ വാക്യം വേറെ ഒരിടത്തും ഇല്ല. കർത്താവിനോടൊപ്പം സ്ത്രീകൾ ഉണ്ടായിരുന്നത് മത്തായിയും പറഞ്ഞിട്ടില്ല, മർക്കോസും പറഞ്ഞിട്ടില്ല, യോഹന്നാനും പറഞ്ഞിട്ടില്ല, ലൂക്കോസേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ കർത്താവ് സൗഖ്യമാക്കിയ സംഭവം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലൂക്കോസ് ഹൈലൈറ്റ് ചെയ്യുന്നത് മുഴുവൻ ആരെയാണ്? സ്ത്രീകൾ മുഖാന്തരം, സ്ത്രീകൾക്ക് ലഭിച്ചതായ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു നേതൃത്വത്തിൽ ലഭിച്ചതാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി സ്ത്രീകൾ ഏതെങ്കിലും വിധത്തിൽ ഈ രക്ഷണ്യ പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട്. ആദാം മുതൽ ഇന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ യുനീക്ക വരെയുള്ളതായ ആളുകളെ നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലൂടെ വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒത്തിരി ആളുകൾ വിശ്വാസ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വർധനവിനും മുഖാന്തരമായിട്ടുണ്ട്. ഇപ്പൊ വേദപുസ്തകത്തിലെ സ്ത്രീകളെല്ലാം അവിടെ പറയാൻ പോയാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന് ചില സ്ത്രീകളെ കുറിച്ച് മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഞാൻ അതിന് ഈ സ്ത്രീകളുടെ സാന്നിധ്യം, അന്ന് അവരുടെ നേതൃത്വം എത്രമാത്രം പ്രയോജനപ്പെട്ടുവോ ആ ഒരു ജീവിതാനുഭവത്തിന്റെ ഒരു സ്വീകരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു അനുകരണം നമ്മുടെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കുവാൻ ഇടയാകും എന്നുള്ളതോടെ നമുക്കൊന്ന് ധ്യാനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ സുപരിചിതമായ 2 പേരിലകത്ത് പറയാം, മറിയയും ആദാം. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സൃഷ്ടി ആരംഭിക്കുന്നത് ആദാമിനാണ്, ഹവ്വ ആദാം. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യോസഫ്, മറിയ. എന്നാൽ ഈ ഹവ്വയ്ക്കും മറിയയ്ക്കും ഉണ്ടായിരുന്ന റോള് വളരെ പ്രസക്തമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടി എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഹവ്വയുടെ ചരിത്രം പഠിക്കുമ്പോഴാണ്.
എന്നാൽ ആ ചരിത്രം മുഴുവൻ എങ്ങനെയാണ് വീണ്ടും യഥാസ്ഥാനപ്പെട്ടത്, അല്ലെങ്കിൽ അത് വീണ്ടും എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടത് എന്ന് നമ്മൾ കാണുന്നത് മറ്റൊരു സ്ത്രീയിലൂടെയാണ്. വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 ആദാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ ആദാം, സെക്കൻഡ്. ഞാൻ പറയുന്നത് ആദ്യ ഹൗവ, രണ്ടാമത്തെ ഹൗവ. അതോടെ നമ്മൾ ചിന്തിക്കണം. വേദത്തിലില്ല. നാളെ പോലെ വിശുദ്ധ പൗലോസ് എഴുതുന്ന പോലെ വിശേഷാചിന്റെ പറഞ്ഞു വിശുദ്ധോട് കൂടി പറയണം. അപ്പൊ ആദ്യ ഹൗവയിലൂടെ സംഭവിച്ചതായ അപജയത്തെ രണ്ടാം ഹൗവയിലൂടെ ദൈവം നികത്തുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്തുണ്ടായ അനുസരണക്കേടും ഒരു ഭാഗത്ത് അനുസരണക്കേടിലൂടെ ഉണ്ടായ വീഴ്ചയും അത് നികത്തുന്നത് രണ്ടാം ഹൗവയുടെ അനുസരണവും ഒരു വലിയ വിധേയത്വമാണ്. എന്തായിരുന്നു ഇവര് തമ്മിലുള്ളതായ വ്യത്യാസവും ഇവർ തമ്മിലുള്ള പരാജയവും? ഒന്ന്, ആദ്യ ഹൗവ, രണ്ടാം ഹൗവ, അല്ലെങ്കിൽ ആദ്യ ഹൗവയും മറിയും. ഹൗവയുടെ നമ്മൾ പഠിക്കുമ്പോൾ ഹൗവ അനുസരണക്കേട് കാണിക്കുന്നത് മറ്റൊരു ചോയ്സും ഇല്ലാതെ വന്നപ്പോഴല്ല, അല്ലെങ്കിൽ അനുസരണം സാധ്യമായിടത്താണ് ഹൗവ അനുസരണക്കേട് കാണിക്കുന്നത്. മനസ്സിലായോ? അതായത് ദൈവം പറഞ്ഞു ഇതെല്ലാം നിങ്ങൾക്ക് തിന്നാം, ഇത് മാത്രം തിന്നരുത്. എല്ലാം തിന്നും മടുത്തിട്ടാണോ ഹൗവ പോയി അത് പറിച്ചത്? അല്ല. ഇനിയുണ്ട് ഒത്തിരി തിന്നാൻ, ഇനിയുണ്ട് ഒത്തിരി കാണാൻ. അപ്പോൾ ഒത്തിരി സാധ്യതകൾ, പോസിബിലിറ്റീസ് മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ, ഒത്തിരി അവസരങ്ങൾ വളരെ വ്യക്തമായി ഹൗവയ്ക്ക് ഉള്ളപ്പോൾ തന്നെയാണ് ഹൗവ അനുസരണക്കേട് കാണിക്കുന്നത്. നമുക്കറിയാം, ചില ആളുകൾ കുരുത്തക്കേടോ അല്ലെങ്കിൽ ചെറിയ അനുസരണക്കേടോ കാണിക്കുന്നത് മറ്റൊരു അവസരവും ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഗതി മുട്ടിയപ്പോഴാണെന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാം. ഞാൻ പറഞ്ഞ സാധാരണ പറയാറുണ്ട് ചേര കടിക്കത്തില്ലെന്ന് പറയും. നമ്മൾ തന്നെ പറയാറുണ്ട് അള മുട്ടിയാൽ എന്ന് പറഞ്ഞ് ഗതികേടിന് കടിച്ചു പോയതാ, കുറ്റം പറയാൻ നോക്കൂ. ഗതികേടിനാണ് ഹൗവ അനുസരണക്കേട് കാണിച്ചതെങ്കിൽ നമുക്ക് ഹൗവയെ ഒന്ന് നീതീകരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഹൗവയ്ക്ക് ഇനിയും അവസരങ്ങൾ വളരെയേറെ ഉണ്ട്. അപ്പോൾ അനുസരണം സാധ്യമായ, അനുസരിക്കുവാൻ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ദൈവം ഇഷ്ടംപോലെ സാധ്യത കൊടുത്തിട്ടുണ്ട്. ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ ഒരു കുഴപ്പമില്ല, ഇതെല്ലാം നിന്റേതാണ്, നിനക്ക് പേരിടാം, നിനക്ക് അനുഭവിക്കാം, നിനക്ക് ജീവിതത്തിലെല്ലാം നിന്റെ ഉടമസ്ഥതയിലാണെന്ന് പറഞ്ഞ് സകലത്തിന്റെയും അധിപതിയായി നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ എല്ലാം അനുകൂലമായി ലഭിച്ചപ്പോഴാണ് ഹൗവ അനുസരണക്കേട് കാണിക്കുന്നത്. അവിടെയാണ് ഹൗവയുടെ പരാജയം. എന്നാൽ നേരെ രണ്ടാമത്തെ ഹൗവയിലോട്ട് വന്നേ. മറിയ അനുസരിക്കുന്നത് എപ്പോഴാ? സകല സാധ്യതകളും അടഞ്ഞപ്പോഴാണ്. അപ്പോൾ അനുസരണം സാധ്യമായിടത്താണ് ഹൗവ അനുസരണക്കേട് കാണിക്കുന്നതെങ്കിൽ, അനുസരണം അസാധ്യമായിടത്താണ് മറിയ അനുസരിക്കുന്നത്. അതാണ് മറിയയെ സംബന്ധിച്ചിടത്തോളം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? സകല വഴിയും അടയുകയാണ്. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, കല്യാണം മുടങ്ങും. ഇപ്പൊ നമ്മൾ വായിച്ച വേദഭാഗത്ത് പറഞ്ഞത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അപ്പോൾ ജീവിതത്തിൽ അപമാനം, വധശിക്ഷ, ഇതെല്ലാം മുമ്പിൽ കണ്ടുവിട്ടാണ് ജീവിതത്തിൽ സകല വഴികളും അടഞ്ഞ് അന്ധകാരത്തെ മുമ്പിൽ കാണുമ്പോഴും മറിയ പറയുക, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. ജീവിതത്തിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അവിടെയാണ് ആദ്യ ഹൗവ രണ്ടാമത്തെ ഹൗവ എന്നുള്ളത്. സകല അനുസരണവും സാധ്യമായ ചില സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ പോലും നമ്മൾ അനുസരിക്കാൻ പറ്റില്ല. നമ്മളുടെ അനുസരണക്കേട് പലപ്പോഴും ഗതി മുട്ടിയിട്ടുമല്ല. എന്നാൽ മറിയ നമുക്ക് ഒരു വെല്ലുവിളിയായി തീരുന്നത് സകലതും അടയുമ്പോഴും അനുസരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. ഞാൻ 3 പേരോട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കും. രണ്ടാമതായിട്ട് നമ്മൾ വരുമ്പോൾ ഇവരുടെ ഈ രണ്ടുപേരുടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് അപ്പൊ അവസാനിക്കും. രണ്ടാമത് ഹൗവ ദൈവത്തോട് നോ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? സാത്താൻ വന്ന് പറഞ്ഞു, നീ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാവും. അപ്പോൾ ദൈവത്തെ പോലെയാകുക, ദൈവമാകുക എന്ന് കേട്ടപ്പോൾ ഹൗവയ്ക്ക് ഒരു ആഗ്രഹം, എത്ര നാൾ ഇങ്ങനെ മനുഷ്യനോട് കുറച്ചുകൂടെ കഴിയും?
ഒരു ദൈവമാവുകയോ ദൈവത്തെ പോലെ ആവുകയോ ഒക്കെ ചെയ്താൽ ഇക്കാലം അത്ര ഇന്നലെ വരെ നീ എടുത്തോ എന്ന് ദൈവം പറയും. നാളെ എനിക്ക് പറയാം നീ എടുത്തോ എന്ന്. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സുന്ദരമായ ഭാവി, എനിക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി, അനുഭവം, ഇതോർത്തപ്പോൾ തന്റെ ഭാവിയെ ഓർത്ത് ഹവ്വ എന്ത് ചെയ്തു? ദൈവഹിതത്തെ മറന്നു. തന്റെ ഭാവിക്ക് വേണ്ടി ദൈവഹിതത്തെ മറത്തപ്പോൾ മറിയയിലേക്ക് വന്നേ തന്റെ അല്ലെങ്കിൽ ദൈവഹിതത്തിനു വേണ്ടി തന്റെ ഭാവിയെ കാണും. അതായത് നമ്മളുടെ വ്യത്യാസം. ഒരാള് തന്റെ ഭാവിക്ക് വേണ്ടി ദൈവഹിതത്തോട് നോ പറഞ്ഞെങ്കിൽ മറ്റൊരാൾ ദൈവഹിതത്തിനു വേണ്ടി തന്റെ ഭാവിയോട്, തന്റെ ഫ്യൂച്ചറിനോട് നോ. ഇതാണ് ഇവരുടെ ജീവിതത്തിന്റെ വ്യത്യാസം. ഈ നമ്മളൊക്കെ എപ്പോഴും നാളേക്ക് വേണ്ടിയും ഭാവിയെ കുറിച്ചും ഒക്കെ വളരെ ജാഗ്രതയോടെ ജീവിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ഒരുങ്ങുകയും അധ്വാനിക്കുകയും ബുദ്ധിമുട്ടുന്നവരൊക്കെയാണ്. നമുക്കിരിക്കാൻ നേരമില്ലാതെ നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഭാവി, നമ്മുടെ തലമുറയുടെ ഭാവി, ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയാണ്. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ഭാവിയെ കുറിച്ചാണ് വളരെ കൺസേൺ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും മാത്രം നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തണം. അതിന്റെ ഉദാഹരണമാണ് ഹവ്വ. തിന്നത് ദൈവമാകും, ദൈവത്തെ പോലെ ആകുമെന്നുള്ള പ്രലോഭനം. തന്റെ ഭാവിക്ക് വേണ്ടി ദൈവം അരുതെന്ന് പറഞ്ഞത് മറുത്തു കളയുന്ന ഹവ്വ. എന്നാൽ മറിയ നാളെ തന്റെ ഭാവി ഇരുളടഞ്ഞതാണ്, ഒരു ഭാവിയെ ഇല്ലാതാകുകയാണ്. ഈ ഒരു ഒറ്റ വാക്കിന് ശേഷം എന്താകുമെന്ന് അറിഞ്ഞുകൂടാൻ വയ്യ. ഒരു ഭാവി മുഴുവനായിട്ട് നഷ്ടപ്പെടുമെന്നുള്ളത് കണ്ടിട്ടും തന്റെ ദൈവഹിതത്തിന് വേണ്ടി തന്റെ ഭാവിയോട് എന്നോ പറയും, ഫ്യൂച്ചറിനോട് എന്നോ പറയും. മൂന്നാമത് ഇവർക്ക് അനന്തര ഫലങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഹവ്വ ഒരു കൊലപാതകന്റെ അമ്മയായപ്പോൾ രണ്ടാം ഹവ്വ ഒരു വിമോചകന്റെ അമ്മയാണ്. രണ്ടുപേരും അമ്മയാണ്. എന്താണ് സംഭവിച്ചത്? ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഞാനതാണ് ആദ്യത്തെ രണ്ട് സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തം. എല്ലാ തെരഞ്ഞെടുപ്പും അതിനൊരു അനന്തര ഫലമുണ്ട്, ഒരു ആഫ്റ്റർ എഫക്ട്. എന്ത് വേണേലും തെരഞ്ഞെടുക്കും. ദൈവം ഒരു മനുഷ്യന്റെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടില്ല. അതാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഗുണം. അവൻ നമ്മളെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സ്വരൂപം ഫ്രീഡം. അത് തന്നെ. അവിടെ തിന്നാനും തിന്നാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓർമ്മിക്കും. അറിയിക്കുന്നില്ല ഒക്കെ ഭർത്താവ് എന്ന് പറയാനും അറിയിക്കും. പക്ഷെങ്കിൽ ഈ രണ്ട് സ്ത്രീകൾ നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട സംഗതി തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ജീവിതത്തിൽ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കണം, എന്ത് തെരഞ്ഞെടുക്കണം എന്ന് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ രണ്ട് സ്ത്രീകൾ. സകല സാധ്യതകളും അടയുമ്പോഴും ദൈവത്തോട് യേസ് എന്ന് പറഞ്ഞതായ മറിയ, തന്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും ദൈവഹിതത്തിന് മുൻപിൽ സമർപ്പിക്കുന്നതായ മറിയ, അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിമോചകനെ നൽകുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ശ്രേഷ്ഠതയുടെ ഗുണം. എന്നാൽ ഹവ്വയ്ക്ക് പറ്റിയത് എല്ലാം അനുകൂലമായി ലഭിച്ചപ്പോഴും അനുസരിച്ചില്ല. തന്റെ ഭാവിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കൂട്ടാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഒടുവിൽ സംഭവിച്ചത് തമ്മിൽ തല്ലി മരിക്കുന്ന മക്കളുടെ അമ്മയായി തീരുവാനായിട്ട് ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനം. അതുകൊണ്ട് ഈ രണ്ട് സ്ത്രീകൾ നമ്മളെ ഓർപ്പിക്കുന്നത് നാം ഏത് തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി എന്താകും എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ലോകത്തിന്റെ വിമോചനത്തിനും ഈ ലോകത്തിന്റെ നന്മയ്ക്കും ഇടയാകത്തക്ക വിധത്തിൽ ഒരു വലിയ നന്മ നൽകുവാൻ കഴിയത്തക്ക വിധത്തിലുള്ള മുഖാന്തരങ്ങളായി തീരുവാൻ ഇടയാകുന്നെങ്കിൽ അവിടെയാണ് തെരഞ്ഞെടുപ്പ് അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ട് ആദ്യ ഹവ്വ തെരഞ്ഞെടുപ്പിന്റെ അപകടം നമ്മളെ ഓർപ്പിക്കുന്നെങ്കിൽ രണ്ടാം ഹവ്വ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവമേറിയ
അനുഭവത്തെ നമ്മളെ ഓർമ്മിക്കണം. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഗ്രോത്ത് ഈസ് നോട്ട് ബൈ ചാൻസ്. നമ്മൾ പറയും ബൈ ചാൻസിൽ ഇങ്ങനെ പറ്റിപ്പോയെന്ന് പറയും. പക്ഷെ ഗ്രോത്ത് ഈസ് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ്. ഇതോർമ്മ. വളർച്ച എന്ന് പറയുന്നത് ഈസ് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ്. ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും തിരഞ്ഞെടുപ്പാണ് എന്റെയും നിങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. നാളെ എന്തായി തീരണമെന്നുള്ളത് നാം ഇന്നെടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം നമ്മുടെ കാര്യങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ അച്ഛാ എല്ലാം ദൈവം നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം ദൈവം നേരത്തെ, നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക വച്ചാ എന്നുള്ള ഒരു പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു മുൻവിധി ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അവിടെയാണ്. ദൈവം ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഷാജി അച്ഛൻ ജയിച്ച് അച്ഛനായി തീരും, ജോർജ് അച്ഛൻ അച്ഛനായി തീരും, ഡാനിയൽ അച്ഛൻ അച്ഛനായി തീരും. ഇനി എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചാലും ഇവരെന്ന് അച്ഛന്മാരാണ്. അതിന് സംശയമുണ്ട്. അതുകൊണ്ടല്ലേ ഇരിക്കുന്ന നിങ്ങളിപ്പോ ചിരിച്ചു. നമ്മുടെ ഒരു ചിന്തയാണ്, ഇനി എന്തായാലും അവരെ അങ്ങ് നിശ്ചയിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ കൊലപാതകങ്ങളെയും കള്ളന്മാരെയും സൃഷ്ടിച്ചത് ആരാണ്? അപ്പൊ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്. കള്ളന്മാരെ ഉണ്ടാക്കും അച്ഛന്മാരെ, രണ്ടും. അപ്പൊ അങ്ങനെയാണോ? കള്ളനാകണോ കൊലപാതകയാകണോ അച്ഛനാകണോ അതോ മറ്റാരെങ്കിലും ഒക്കെ ആകണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേതാണ്. ചെസ് കളിക്കാൻ അറിയാം, അറിയിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഡോക്ടർ എടുക്കാൻ പറ്റും. ചെസ് കളിക്കുമ്പോ ഈ ആനന്ദ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെസ് കളിക്കാനിരിക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് പാർട്ടി അടുത്ത മൂവ്മെന്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിയാമെങ്കിൽ ഞാൻ പെട്ടെന്ന് കളിക്കുകയില്ല. അല്ലെ, രണ്ടുപേര് കളിക്കുമ്പോൾ ആനന്ദ് പറയുന്നത് ഈ അടുത്ത നിമിഷം, അടുത്ത നെക്സ്റ്റ് മൂവ്മെന്റ് അദ്ദേഹം ആനയാണോ മന്ത്രിയാണോ നീക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടോ, അത് അവന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. പക്ഷെ വൺ തിങ് ആയിരുന്നു, 13 തരത്തിലെ ഇനി അടുത്ത അദ്ദേഹം പറയുന്ന ഒരു 13 ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ഉണ്ടെന്നാ പറയുന്നത്. നന്നായിട്ട് കളി അറിയാവുന്നവർക്ക്, എനിക്കറിയാൻ 3 തരത്തിൽ കൂടെ അറിയത്തില്ല, അത് പറയാം. നമ്മൾ പറയുന്നത് 13 തരത്തിലെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനോ ഈ 13-ൽ ഒന്ന് ഇവൻ ഉപയോഗിക്കത്തുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തോട്ടെ, ഇവൻ ഏതാ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ 13-ൽ ഒന്ന് ഇവൻ ചെയ്യൂ എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിന് പ്രിപ്പയർഡ്. അതാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. നാം നാളെ എഴുന്നേറ്റിട്ട് ബദലി പോകുമോ പോകാതിരിക്കും എന്നുള്ളത് ദാറ്റ്സ് അപ് ടു യു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേരെ വന്നിട്ട് കുറച്ചു പേരും വരാത്തവരെല്ലാം വീട്ടിൽ കിടന്ന് ഉറങ്ങുക വെക്കുക എന്നുള്ളത് ദാറ്റ്സ് അപ് ടു യു. പക്ഷെ ഇതിൽ ഏതെങ്കിലും കർത്താവ് പറഞ്ഞത് നിനക്ക് ചെയ്യാൻ ഇത്രയും വഴികളേ ഉള്ളൂ, അതിലൊന്നും നീ ചെയ്യത്തുള്ളതില്ല. നീ അത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയാം? നമ്മുടെ കർമ്മം കൊണ്ട് ദൈവത്തെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്ന് കരുതരുത്. കാരണം ഈ ആനന്ദിന്റെ കാര്യം പറയുന്നത് 13 മൂവ്മെന്റ് നിനക്ക് ഒക്കുമെന്ന് എനിക്കറിയാം. ആ 1 ഓഫ് ദാറ്റ് 30 അതേ നീ ഉപയോഗിക്കും. ഇവിടെ പറയാം പ്രീ ഡെസ്റ്റിനേഷൻ, മുൻവിധിയില്ല. ഇവിടെ മറിയോട് ഹവയോട് പറഞ്ഞ തിന്നരുത് എന്നുള്ളത് എന്റെ ആഗ്രഹം. പക്ഷെ നീ തിന്നാൽ അനന്തര ഫലം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാം. ഐ നോ ഗ്രോത്ത് ഈസ് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ്. ജീവിതത്തിൽ വളരുവാനും നിലനിൽക്കുവാനും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ബൈ ചാൻസിൽ പറ്റിയതാച്ച, അബദ്ധത്തിൽ പറ്റിയതാച്ച, ഇങ്ങനെയൊക്കെ പെട്ടുപോയതാച്ച ഇല്ല. അങ്ങനെ ഒരു പെട്ടുപോക്കലൊന്നുമില്ല. തെരഞ്ഞെടുപ്പോടുകൂടി വളരെ വ്യക്തമായ ചില ആലോചനകളോട് ചെയ്തതാകണം ജീവിതത്തിൽ, അപ്പോഴേ നിലനിൽക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഭാവി നാം രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്, നമ്മൾ പറയും ഭാവി കരുപ്പിടിപ്പിക്കുക എന്നൊക്കെ ഒരു മലയാളത്തിൽ വാക്കുണ്ട്. അങ്ങനെ കരുപ്പിടിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ കരിപിടിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അത് നമ്മൾ ഓർക്കണം. രണ്ടാമത്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൽ ഒരു പേര് പറയാത്തൊരു സ്ത്രീയുണ്ട്. യേശുവിനെ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ്.
യേശുവിനെ വിചാരണ ചെയ്യുവാൻ പീലാത്തോസിനെ കൊണ്ടുവരുമ്പോൾ പീലാത്തോസിനെ അകത്തേക്ക് വിളിച്ച് ഗുണദോഷിക്കുന്നതായ പീലാത്തോസിന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ അവരുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ പിന്നീട് ചില ആളുകൾ പറയുന്നത് ക്ലോഡിയ പ്രോക്ല. അതിപ്പോ ആരും എഴുതി പഠിച്ച് കാണാപ്പാടം പഠിക്കുന്നത് ചോദിക്കാൻ പോകുന്നില്ല, അവിടെ ചിലപ്പോൾ ചോദിച്ചെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതൊന്നും പഠിക്കാം. ക്ലോഡിയ പ്രോക്ല, ഡ്രാക്കുള അല്ല പ്രോക്ല. അവരാണ് ഈ സ്ത്രീ എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ന്യായാധിപന്റെ കാര്യത്തിൽ ഇടപെട്ട ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നവരാണ്. പഴയ നിയമത്തിൽ 2 സ്ത്രീകൾ ന്യായാധിപന്മാരുടെ തീരുമാനത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരാണ്? എസ്തേർ, ദെബോറയുടെ പേര് ഇതിലാണ്. ന്യായാധിപനോട് ഇസബേൽ. 3 സ്ത്രീകൾ. ഞങ്ങളോട് ഒരുമിച്ച് അതാ പറയാനുള്ളത്. ഇസബേൽ, എസ്തേർ, ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റിൽ ക്ലോഡിയ അല്ലെങ്കിൽ അൺനോൺ വുമൺ പേരുടെ. ഇവരുടെ 3 പേരെ നോക്കുമ്പോൾ ഈ 3 പേരുടെയും ജീവിതം നോക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ 3 പേര്. ആഹാബിന് കൊട്ടാരത്തിനടുത്ത് ഒരു ബെസ്റ്റ് മുന്തിരിത്തോട്ടം നന്നായിട്ട് കാഴ്ച നിൽക്കുകയാണ്. ഇത്രയും നല്ലൊരു മുന്തിരിത്തോട്ടയുടെ രാജ്യത്തിൽ അന്വേഷിച്ചു. ഇതാരുടെയാണ്? നാബോത്ത്. അപ്പൊ രാജാവ് പറഞ്ഞു എനിക്കത് വേണം. അപ്പൊ നാബോത്ത് പറഞ്ഞു നിനക്ക് ഞാൻ എന്റെ എവിടെ വേണമെങ്കിലും ഇതുപോലെ അധ്വാനിച്ചു തരാം, അല്ലാതെ തരാം. പക്ഷെ ഇത് നീ എന്നോട് ചോദിക്കരുത്, കാരണം ഇതെന്റെ അപ്പനപ്പന്മാരുടെ കാലം മുതലുള്ള പിതൃസ്വത്താണ്. ഈ പിതൃസ്വത്ത് കളഞ്ഞു കുളിക്കാൻ എനിക്ക് ഒക്കത്തില്ല, അതെനിക്ക് തരണം. അപ്പൊ ആഹാവ് നിനക്ക് ഇരട്ടി വേണം, നീ എന്തു വര എന്നാലും ഈ സ്ഥലം ഒഴിച്ച് ബാക്കി എന്തുകൊണ്ടെന്ന് ചോദിച്ചു. ഇതെനിക്ക് തരാൻ പ്രയാസം. ആഹാവിന് വലിയ സങ്കടമായിരുന്നു. അന്ന് ആഹാവിന്റെ ഭാര്യ ആഹാവിനോട് പറഞ്ഞു നീ എന്തിനാ പ്രയാസപ്പെടുന്നത്, ഞാൻ വഴി ഒപ്പിക്കാം. അവര് ആഹാബിനെ സ്വാധീനിച്ച് ഒരു ഉപവാസം പ്രഖ്യാപനം ചെയ്തു. ആളുകൾ കൂടി. ആ കൂടിയ മീറ്റിംഗിൽ നാബോത്ത് രാജാവിനെതിരെ ദൂഷണം പറഞ്ഞു എന്ന് പറയിപ്പിച്ച് നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഉടമസ്ഥനില്ലാതായപ്പോൾ പിന്നെ ആർക്കാണ്? സെക്കൻഡായി ഇസബേൽ ആഹാബിന്റെ ഭാര്യയായിരുന്നു. ഇസബേല് ശരിക്കും ഒരു യഹൂദ വിശ്വാസത്തിൽ വളർന്ന സ്ത്രീയാണ്. സീദോന്യ രാജാവാണ്. സീദോൻ എന്ന് പറയുന്ന രാജാവിന്റെ മോളാണ്. അവരുടെ ദൈവം യഹോവയല്ല, അവരുടെ ദൈവം ബാലും അശേരയൊക്കെയാണ്. നമുക്കറിയാം, രണ്ടാമത് ഇസബേൽ ആഹാബിനെ സ്വാധീനിക്കുന്നത് രാജ്യത്ത് ഈ ബാലിന്റെ ടെമ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഭാര്യയുടെ ഇഷ്ടത്തിന് വഴങ്ങി ആഹാബ് ടെമ്പിൾസ് ഉണ്ടാക്കാൻ പഠിച്ചു. ആദ്യം അവൾ കൊണ്ടുവന്ന കൊച്ചു വിഗ്രഹത്തെ വെച്ചു, പിന്നീട് പൂജാരിമാരായി, ഒടുവിൽ ദേശം മുഴുവൻ അവളുടെ ദൈവത്തിന്റെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടാകും. എസ്തേർ മൊർദെഖായിയെ കൊന്ന് യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഹാമാന്റെ കുതന്ത്രം അറിഞ്ഞ് വളരെ വ്യസനത്തോടുകൂടി ഇരിക്കുമ്പോൾ മൊർദെഖായിയുടെ മകൾ എസ്തേർ അവൾ ഒരു ഉപവാസം പ്രഖ്യാപനം ചെയ്തു. ഇന്ന് അവളെല്ലാവരും പ്രാർത്ഥിക്കാൻ പോകും. എന്തിനാണ്? ദൈവഹിതം അറിയുക. ഈ ജനത്തെ ദൈവം നശിപ്പിക്കാതിരിക്കാൻ ഒരു ഉപവാസം പ്രഖ്യാപനം. ഇവിടെ ക്ലോഡിയ നിരപരാധിയായ ഒരു മനുഷ്യനെ, യേശു രക്ഷകനാണോ മശിഹയാണോ എന്നോ പറഞ്ഞുകൂടാ, നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരു കുറ്റവുമില്ലാതെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നീ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു സന്തോഷം. ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾ ഇടപെടണം എന്ന് ഞാൻ പറയുന്നു. അത് ശരിയാണ്. എല്ലാ കാര്യത്തിലും എപ്പോഴും എന്തിനും അത് പറഞ്ഞിട്ടുണ്ട്. കാരണം പറയാറുണ്ട്, ഈ ചില ആളുകൾ പറയാറുണ്ട്, ഈ ഇംഗ്ലീഷുകാർ പറയുന്നത്, എനിക്കറിയാം മലയാളികൾ,
every successful man, and behind every successful man, a woman always saying, you are wrong, you are wrong. നീ ശരിയല്ല എപ്പോഴും പറഞ്ഞൊരു പെണ്ണുണ്ടെങ്കിലേ മനുഷ്യൻ ജയിക്കുന്നതാണ് പറയുന്നത്. ശരിയാണ്, നേരാവട്ടെ, എന്തൊരു പാട്ടെ. ഏതായാലും എല്ലാ കാര്യങ്ങളിലും ഇടപെടണം എന്ന് ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങളിൽ ഇടപെടണം. ഇടപെടുന്നത് നന്മയ്ക്കാണ്. ഈ നാട്ടിൽ ഇവിടെ നമുക്ക് പിന്നെ അയൽവക്കാരോട് ബന്ധവും ഇല്ല. അവർ കാര്യത്തിൽ നല്ലതാണ്. ചില കാര്യങ്ങൾ നമുക്കറിഞ്ഞു. ഈ നാട്ടില് നിങ്ങൾക്കറിയാമോ, ഈ ഭൂരിപക്ഷം വഴക്കും ആണുങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ കാരണക്കാരെ പെണ്ണുങ്ങൾ. എവിടെങ്കിലും പോയിട്ട് വരുമ്പോ നിങ്ങൾ അറിഞ്ഞു, ചുമ്മാ ഞോണ്ടിയതേ പിന്നെ തൊഴിയാക്കും ഇത് കേട്ടോണ്ട് ചാടി കയറി ഭർത്താവ് അങ്ങോട്ട് പോകും. അതാണ് വഴക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ശാന്തമാക്കാനല്ല, അങ്ങ് വഷളാക്കാനുള്ള ഒരു ശ്രമമാണ്. നീതിപൂർവമായിടണം. എന്നാ ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെടുമ്പോ വോട്ട് മനുഷ്യ വിട്ടുകളാ എന്നല്ല പറയുന്നത്, അങ്ങനെ തന്നെ കാണാം. അങ്ങനെ നിങ്ങളെന്തോ മനുഷ്യനാവണ്ട, കെട്ടത്തിങ് വന്നേക്കുക. ഇത് പറഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാനോ പോകും. ഇതാണ് പ്രശ്നം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ശ്രമിച്ചപ്പോൾ ആഹാബിനോട്, നീ അത് ചെയ്തത് ശരിയായില്ല, അതവന്റെ പിതൃസ്വത്താണ്, നമ്മുടേതാണ് ഈ രാജ്യം മുഴുവൻ, നിനക്ക് എവിടെ വേണമെങ്കിലും സ്ഥലമെടുക്കാം, ഈ നാബോത്തിനെ കൊണ്ട് തന്നെ അധ്വാനിപ്പിക്കാം, ഇതുപോലെ ഭംഗിയായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ ഒക്കുമല്ലോ എന്ന് പറഞ്ഞ് നന്മ ഗുണദോഷിക്കേണ്ട യെശുവേൽ പറയും. ദൈവസന്നിധിയിൽ ഏറ്റവും ഈ ദൈവത്താൽ അഭിഷിക്തനായ ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിലേക്ക് അധപ്പതനത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയത് ഒരു കാരണക്കാരി യെശുവേൽ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ ശ്രമിച്ചു. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി, യോഗ്യമായ കാര്യത്തിന് വേണ്ടി ചില കാര്യങ്ങളിൽ ഭർത്താവിനെ ഉപദേശിക്കണം. ആവശ്യമില്ലാതെ ചില കാര്യത്തിന് വേണ്ടി ബഹളം വെക്കുമ്പോൾ, ആവശ്യമില്ലാതെ ചില കാര്യം പറയും വീട്ടിൽ വന്ന്, അന്നേരം ഒന്ന് പറയും വീട്ടിൽ വന്ന് പറയണം ശരിയാണ്, അങ്ങനെയല്ല വേണ്ടതെന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ഞാൻ പറയുന്നത്, ഇപ്പം പള്ളിയിൽ വന്നിരുന്ന് ബഹളം വെക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കും മനുഷ്യ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ട. പക്ഷെ ഒരു പ്രാവശ്യം വീട്ടിൽ ബഹളം വെച്ച് വീട്ടിൽ വരെ പറയണം, ഇന്ന് നിങ്ങൾ അവിടെ ബഹളം വെച്ച് ശരിയാണ്, അതല്ല അതിന്റെ ശരി എന്ന് പറയുക നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇന്ന് നിങ്ങൾ പറയാൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്ര പോരാ, രണ്ടോട് പറയണ്ടേ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ കിട്ടണ്ടേ. ഇതൊക്കെ നമ്മുടെ ഡയലോഗ്. നമ്മളൊക്കെ പലപ്പോഴും ഇസബേലിന്റെ പക്ഷക്കാരാണ്. ഏതെങ്കിലും നാബോത്തിനെ കൊന്നേ നമ്മൾ അടങ്ങുള്ളൂ. ഇവിടെയാണ് നമ്മളോട് പറയുന്നത് നീതിപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടാകണം. നന്മയ്ക്ക് വേണ്ടി മക്കളെയാണെങ്കിലും ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ടവരെ ഉപദേശിക്കുവാൻ, യോഗ്യമായ തീരുമാനങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുവാൻ ഇടയാകുന്ന ഒരു പങ്കാളിത്തം ഉണ്ടാകണം. പാർട്ടിസിപ്പേഷൻ. രണ്ടാമത് ഉപവാസം, പ്രാർത്ഥന. ഇസബേൽ പറഞ്ഞു എല്ലാവരും ഉപവസിക്കണം. ഇസബേലിന്റെ ഉപവാസം എന്തിനാ? നാബോത്തിനെ കൊന്ന് നാബോത്തിന്റെ സ്വന്തമാക്കാൻ. എസ്തേർ പറഞ്ഞു എല്ലാവരും ഉപവസിക്കണം. എന്തിനാ? എസ്തേറിന്റെ ഉപവാസം ദേശത്തിന് നന്മയുണ്ടാകാനാണ്. ദേശത്തിന്റെ നന്മ ഉണ്ടാകുവാൻ, ജനത്തിന്റെ വിടുതലിന് വേണ്ടി എസ്തേർ ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ ഇസബേൽ പറഞ്ഞു രണ്ട് ഉപവാസം. ശരി, നമ്മളേതാ പഠിപ്പിനി ഈ ഉപവാസം? സ്പിരിച്വാലിറ്റി. ഞാൻ എപ്പോഴും പറഞ്ഞു, വാട്ട് ഈസ് അവർ സ്പിരിച്വാലിറ്റി ഫോർ? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മീയത എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉപവാസം എന്തിനു വേണ്ടിയാണ്? നമുക്ക് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയുള്ളതായ ചില പ്രാർത്ഥനകൾ, ഉപവാസങ്ങളാണ്. ഞാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ചില വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഞങ്ങൾക്ക് നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വീടുകളിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചതൊക്കെ ഓരോ വിഷയങ്ങളാണ്. ഉപവാസം, അനുതാപം, പ്രാർത്ഥന, ഇങ്ങനെ പറയും. ഞാൻ അവിടെ വെച്ച് ഒരു ഉപവാസത്തെക്കുറിച്ച് ഒരു മീറ്റിംഗിൽ സംസാരിക്കാം. അത് കേട്ട ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഞാൻ അത് മുഴുവനായിട്ട് പറയുന്നില്ല. പക്ഷെ ഞാൻ അതിനകത്ത് ഒരു വാക്കൊന്നും പറയാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് ഉപവാസം? ഉപവാസം എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്ന്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് നടത്തിക്കാനോ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുവാണ്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ?
ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഒന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം നിങ്ങൾ കേട്ട് കാണുന്നുള്ളവർ ഒന്നുകൂടെ ആവർത്തി കേൾക്കാത്തൊരു കേട്ടോന്ന് എഴുതിയാണ്. ഒന്നുകൂടെ പറയാം. ഈ മധുര കോട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മുടെ കൊറട്ടിയിലുണ്ട്, ചാലക്കുടിയിലുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അന്ന് കൂടുതൽ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആകും. അവിടെ ഈ കമ്പനി ഒരു ദിവസം സമരമാണ്. തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾക്ക് സാലറി ഇൻക്രീസ് ചെയ്ത് കിട്ടണം, ഒരു ഇൻക്രിമെന്റ് കൂടെ കിട്ടണം. മുതലാളിമാർ കൊടുക്കുകയില്ല, സമരമായി. അപ്പൊ സമരമായപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാവും, അവര് സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചു. ഫാസ്റ്റിംഗ്, ആഹാരം പിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഒരു അവിടെ ചെന്ന് കാണുകയും അനുഭവം പ്രകടിപ്പിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അയാൾ കൂടുതൽ ഇടപെട്ടു. അപ്പൊ സത്യാഗ്രഹം 1-ാം ദിവസം ഒരു കിടക്കുകയാണ്, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഇവന്റെ സ്ഥിതി വളരെ മോശമായി. അപ്പൊ പോലീസിനെ വിളിക്കും. പറഞ്ഞു പോലീസിൽ പോകത്തില്ല, ഞാൻ പോകത്തില്ല, ഇവിടെ കണ്ടക്ടർ. പിന്നെ അവനെ എഴുന്നേറ്റു. ഭയങ്കര കണ്ടോ. ഇവൻ തട്ടിപ്പോകും എന്ന് കണ്ടപ്പോൾ ആളുകൾ മുതലാളിയോട് പറഞ്ഞു, ഇവൻ ഇവിടെ കിടന്ന് തട്ടിയാൽ പ്രശ്നമാണ്. കാരണം ഇപ്പൊ സമരം ഉള്ള ആൾ കമ്പനി പോലും കാണത്തില്ല, ഇവിടെ ചത്താൽ പ്രശ്നമല്ലേ. അമേരിക്ക പോലല്ല, അമേരിക്കയിൽ ചത്താലും ആരും, പക്ഷെ ഇന്ത്യയിൽ അങ്ങനല്ല. തുടങ്ങിയാൽ തന്നെ അടിപിടിയോ ഉണ്ടാകും. അതുകൊണ്ട് ചത്താ പ്രശ്നമാണ്. പിന്നെ ചാകും എന്ന് കണ്ടപ്പോൾ മുതലാളി പറഞ്ഞു, എന്നാ പിന്നാട്ടെ വിളിച്ചു, പാടി ഒരു കോംപ്രമൈസ് ചർച്ചയിൽ പറഞ്ഞു, നീ സമരം നിർത്തണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അനുവദിക്കണം. അവസാനം മുതലാളി പറഞ്ഞു, ശരി ആട്ടെ, ശമ്പളം കൂട്ടിത്തരാൻ തീരുമാനിച്ചു. നീ പറഞ്ഞത്ര ഇല്ലേലും ഏകദേശം പകുതി അല്ലെ 3/4 ആട്ടെ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. നാരങ്ങ വെള്ളം കുടിച്ച് സത്യാഗ്രഹക്കാരൻ വീട്ടിൽ പോയി. ഇവിടെ മാനസാന്തരപ്പെട്ട് സത്യാഗ്രഹം കിടന്നവനോ മുതലാളി അല്ലേ? നമ്മൾ ഇനി ഞാൻ തിരിച്ചു പറയാം. ഞാൻ നമ്മുടെയൊക്കെ പ്രാർത്ഥന പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, എന്റെ അച്ഛൻ ഞാൻ ഉപവാസം ഇരുന്ന് മേടിച്ചതാച്ച, ഉപവാസം ഇരുന്ന് മേടിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തമാശക്ക് പറയാറുണ്ട്, ഇവിടെ എല്ലാത്തോണ്ട് അത് ധൈര്യമായിട്ട് പിന്നെ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞേ. കുറച്ചാളും ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു സ്ത്രീ ഇവിടെ കുറച്ചാൾ ഒരു 3-4 വർഷം മുമ്പാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ കൊച്ചിനെ കണ്ടു, അച്ഛാ ഇവിടെ കണ്ടോ, ഞാൻ പിടിച്ചു മേടിച്ചതാ അച്ഛാ. ഓ പിടിച്ചു മേടിച്ചാന്ന് പറയുമ്പോ ഞാൻ ഒരു താരന്റെ പിള്ളേരെ പിടിച്ചൊക്കെ കൊണ്ടുപോയി. എന്നാ പറ്റി? അല്ലച്ചാ ഞാൻ കഠിന ഉപവാസം ഇരുന്ന് മേടിച്ചതാ അച്ഛാ. അപ്പൊ കഠിന ഉപവാസം ദൈവത്തിന് ഇരിക്കുന്നത് ഉപവാസത്തിന് ഒന്നേ ഞാൻ കേട്ടുള്ളൂ. കഠിന ഉപവാസം, സാധാ ഉപവാസം, മൈൽഡ് ഉപവാസം, സ്ട്രോങ് ഉപവാസം, അതൊന്നും ഞാൻ കേട്ടില്ല. നമ്മൾ ഈ ബെൻഡിയൊക്കെ മേടിക്കുമ്പോ സ്ട്രോങ് ഉപവാസം ഒന്നേ ഉള്ളൂ. എന്തായാലും ആയിക്കോട്ടെ, കഠിന ഉപവാസം ഇരുന്ന് മേടിച്ച എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹം കിടന്നപ്പോ ദൈവം മാനസാന്തരപ്പെട്ട് എനിക്ക് തന്നതാണ്. അപ്പൊ നമ്മുടെ ഉപവാസം കൊണ്ട് ആർക്കാ മാനസാന്തരം ഉണ്ടായേ? അതുകൊണ്ടല്ലേ കൊച്ചിനെ കിട്ടി. അതാണ് ചോദിച്ചത്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇസ് ഇറ്റ് ഫോർ അവർ ബെനിഫിറ്റ് ഓർ ഫോർ അവർ റിപ്പന്റൻസ്, അല്ലെങ്കിൽ നമ്മുടെ കൺവേർഷന് വേണ്ടിയാണ്. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എസ്തേർ പറയുന്നത്, ഈ ഉപവാസം കഴിയുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടണം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കിട്ടണം ഈ ഉപവാസം കഴിയുമ്പോൾ. അതാണ് ഐശ്വര്യ പറയുന്നത്, അവന്റെ കൂടെ എനിക്കുണ്ടാകണം, ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടണമെന്ന് പറയുന്നതായ അബദ്ധ ഉപവാസത്വവും പ്രാർത്ഥനയുമാണ് നമ്മൾ തിരുത്തേണ്ടത്. എന്റെ പ്രാർത്ഥനയും എന്റെ സ്പിരിച്വാലിറ്റിയും എന്റെ ഉപവാസവും എന്റെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ്. കിട്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ദിസ് ഈസ് യുവർ വേ, ലെറ്റ് മീ ഒബേ യുവർ വേ. ഇത് പറയുവാൻ കഴിയുന്നതാണ് ഉപവാസം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടിയാണ്, അല്ലാത്ത പ്രാർത്ഥനകൾക്ക് പ്രസക്തി. അതുകൊണ്ട് ഇസബേൽ, എസ്തേർ നമ്മളെ ഓർപ്പിക്കും, രണ്ടുപേരും പ്രാർത്ഥനക്കാർ, രണ്ടുപേരുടെ ഉപവാസം നമ്മളെ ഓർപ്പിച്ചത് എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഹൗ ഡു വി പ്രേ ആൻഡ് ഹൗ ഡു വി ഫാസ്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അവർ സ്പിരിച്വാലിറ്റി ഫോർ? ഇത് നമ്മളെ ഗൗരവമായിട്ട് ഓർപ്പിക്കുവാൻ ഇവരുടെ ജീവിതം ഇടയാണ്. പട്ടണത്തിലെ പാപിനി, യോഹന്നാനിലെ സുവിശേഷം 8 നമ്മൾ പാഠം വായിച്ച സെയിന്റ് ജോൺ ചാപ്റ്റർ 8 പട്ടണത്തിലെ പാപിനി, അവിടെ പേര് പറയുന്നില്ല. ചില പറഞ്ഞ മറിയാണ്, അവിടെ പേര് പറയുന്നില്ല, എങ്ങും പറയുന്നില്ല. അവിടെ പാപിനി എന്ന് പറയുന്നത് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത് കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. അവർ പറഞ്ഞു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവിടെ നീ അവളെ കുറിച്ച് എന്ത് പറയുന്നു? കർത്താവ് ഒന്നും പറഞ്ഞില്ല. ഇവിടുത്തെ ഒരു ചോദ്യം,
ഈ പേര് പറയപ്പെടാത്ത സ്ത്രീ എക്സ് അല്ലെ ഇവള് വ്യഭിചാരിണിയായത് എങ്ങനെ? ഒരു സ്ത്രീ എന്ന് സ്വയം തീരുമാനിച്ചാൽ വ്യഭിചാരിണി ആവൂ? ഒരു കൂട്ടില്ലാതെ. അപ്പൊ ഇവളെ വ്യഭിചാരിണി ആക്കിയതായ ഈ കല്ലുകൊണ്ട് നിൽക്കുന്നവന്മാരാ. ഇവന്മാർ ഇന്നലെ അവരെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ, അങ്ങനല്ല പറഞ്ഞു, നിങ്ങളിൽ ഇവളോട് പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിഞ്ഞോട്ടെ. അപ്പോഴാണ് മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ ടക്ക് 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 എന്നിട്ട്. കാരണം ഒരുത്തിനൊരുത്തരം നീങ്ങാന്ന്. കഴിഞ്ഞ ആഴ്ച ഇവൾ പാപിനിയായത് എന്തുകൊണ്ടാണെന്ന് ഓരോരുത്തരോട് അറിയാതെ കല്ല് പോയി. കർത്താവ് അതാ പറഞ്ഞേ, എങ്ങനെ ഇവൾ പാപിയായി? ഇത് നിങ്ങൾ തീരുമാനിക്കണം. പട്ടണത്തിലെ പാപിനി നമ്മളെ ഓർപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ വളരെ നീതിമാനാണ്. എന്തെങ്കിലും കുഴപ്പം നമുക്കുണ്ട്. എന്റെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ആരോട് എനിക്കാരോട് പണക്കവും ഇല്ല, എനിക്കാരോട് ദോഷവും ഇല്ല, ഞാനങ്ങ് വിശുദ്ധയാണ്. പിന്നെ ആരാ വിശുദ്ധരല്ലാതെ? അതിലൂടെ വരുന്ന അച്ഛന്മാരും പിന്നെ കുറെ ഒന്നും ചെയ്യും. ശരി, ഞാൻ മാത്രമേ അല്ലേ? I am okay and others are ഇതാണ് ഞാൻ ശരി. ഇതാണ് ഈ പുരുഷന്മാർ പഠിപ്പിച്ചത്. എന്നാൽ സ്ത്രീയുടെ ജീവിതമാണ് കർത്താവ് പഠിപ്പിച്ചത്. ഓർക്കണം, ആരെയാണ് വിധിക്കാൻ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ യുവജന സഖ്യത്തിന്റെ ഒരു റീജിയണൽ മീറ്റിംഗിൽ ഈ ഷിക്കാഗോ മാർത്തോമ പള്ളിയിൽ ഒരു കൊച്ചു കഥ പറയുന്നത്. എങ്ങനെയാണ് നമ്മളെ കാണേണ്ടതെന്ന് പറഞ്ഞാണ് കഥ പറയാം. ഒരു വീട്ടില് ഒരു കുടുംബം താമസിക്കാനായിട്ട് പുതുതായിട്ട് അയൽവക്കത്ത് വന്നപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പ്രായമുള്ള 2 പേരാണ്. അപ്പൊ എന്നും രാവിലെ ഈ സ്ത്രീ, അത് പഴയ വീട്ടിലുള്ള സ്ത്രീ ഇങ്ങനെ ജനലിലൂടെ പുറത്തോട്ട് നോക്കിയിട്ട് അപ്പൊ അവരിങ്ങനെ തുണി അലക്കി ഇങ്ങനെ വിരിക്കും. എന്നും ഭർത്താവിന് പറയും, ശേ അവരുടെ ആ തുണിക്ക് ഒരു വൃത്തിയില്ല, നന്നായിട്ട് തുണി കഴിയാൻ ഇവർക്ക് അറിയത്തില്ല, അവൾ ഏത് ഡിറ്റർജന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നും ഈ പരാതി പറഞ്ഞില്ല. ഒരു ദിവസം പോലും വൃത്തിയായിട്ട് തുണി അവൾ അലക്കിയിടുന്നത് ഈ സ്ത്രീ കണ്ടിട്ട് എന്നും ഭർത്താവിന് പരാതി പറയും. ഒരു ദിവസം പതിവ് പോലെ സ്ത്രീ വന്ന് ഇവിടെ ഇരിക്കുമ്പോ ഭർത്താവിന് പറയും, ഓ അവൾ അവിടെ ഡിറ്റർജന്റ് മാറ്റിയെന്ന് തോന്നുന്നു, ഇന്ന് തുണിക്ക് നല്ല തിളക്കം. എന്നെ ഭർത്താവ് പറഞ്ഞു, ഡിറ്റർജന്റ് മാറ്റിയിട്ടല്ല, ഞാൻ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്തതാണ്. കുഴപ്പമാരുടെ അവൾ ഉപയോഗിച്ച ഡിറ്റർജന്റ് ഇല്ലേ പ്രശ്നം, നിന്റെ ഗ്ലാസിന്റെയാണ്. ഒരിക്കൽ പോലും ഗ്ലാസ് തുടക്കത്തില്ല, എന്നിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പ്രശ്നം. ഈ കൊണ്ടുവന്ന ഒറ്റ പുരുഷന്മാര് അവരുടെ ഗ്ലാസ് കുറച്ചില്ല, എന്നിട്ട് അവിടെ ഡിറ്റർജന്റിനെ കുറ്റം പറയും. ഇതല്ലേ നമ്മുടെ പ്രശ്നം. ആരാണ് പാപി? ആരെയാണ് വിധിക്കേണ്ടത്? നമുക്കൊരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, അതെപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ എപ്പോഴും പറയും, പരസ്യമായിട്ട് സമ്മതിച്ചില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും നിങ്ങൾ രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം സ്ത്രീകളെ കുറിച്ച് അങ്ങനെ രൂപമാണ് നിങ്ങൾ അവരെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും തമ്പുരാനെ എന്നെ ഒന്ന് കാണാൻ, എന്നെ ഒന്ന് പ്രേരിപ്പിക്കണമെന്ന് പറയണം. ഞാൻ ഇന്ന് പകൽക്കാലം മുഴുവൻ കണ്ടത് വെല്ലുവിളിയാണ്. എനിക്ക് എന്നെ ഒന്ന് കാണാം. നമുക്കത് കഴിയും വല്ലപ്പോഴും. എന്തുകൊണ്ട് പട്ടണത്തിലെ പാപിനി നമ്മളെ ഓർപ്പിക്കുന്നത്? മറ്റുള്ളവർ കുറ്റക്കാരാകുന്നത് നാമും കൂടെ കാരണക്കാരാണ്. മറ്റുള്ളവരുടെ മേൽ അപരാധം ചുമത്തുമ്പോൾ ഈ അപരാധിയാകുവാൻ ഇടയാക്കിയ കാരണക്കാരൻ ഞാൻ കൂടെ. ഇത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, വിധിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന്. വിധിക്കരുത്, റൈറ്റ്? വിധിക്കപ്പെടാതിരിപ്പാൻ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നീ അറിയാതെ നിന്നെ തന്നെ വിധിക്കുക. സാധാരണ പറയാറുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്, വിരല് ചൂണ്ടുമ്പോ 3 വിരല് നമ്മളല്ല എന്ന് പറയാറുണ്ട്. ഇങ്ങോട്ടാ ഈ 3 നമ്മൾ നടക്കും. ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന സ്ത്രീ രക്ഷപ്പെട്ടതിന്റെ ഒരു കാരണം കർത്താവിന്റെ ഒറ്റ ചോദ്യമാണ്, നിങ്ങളിൽ ആർക്ക് ഇവളുടെ കുറ്റം ഇവളുടേത് മാത്രമാണെന്ന് പറയാൻ നോക്കൂ. നിങ്ങളിൽ ഇവളോട് പാപം ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ വ്യഭിചാരിണിയാവുന്നത് പുരുഷൻ മുഖാന്തരം. അതുകൊണ്ട് ഇവിടെ കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീകളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, കർത്താവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഒരു അപമാനമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് എന്റെ ചിന്ത കർത്താവ് അവളോട് ശിക്ഷ വിധിച്ചേക്കും. പക്ഷെ അവളെ കൊണ്ടുവന്ന ആരാ? അതാ
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവളോ പാപി, ഞാനോ പാപി. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ആവർത്തിച്ച് ഓർക്കുന്ന ഒരു സ്ത്രീയാണ് പാപിനിയായ സ്ത്രീ. പാപിനിയായ സ്ത്രീയെ കർത്താവ് കൈക്കൊണ്ടതുപോലെ എന്ന് പറയുമ്പോൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ഭംഗിയുണ്ട്. ആ ഭാവം ധ്യാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ കുറ്റങ്ങളെ കൂടെ കാണുവാൻ പ്രേരിപ്പിക്കുന്നതായ ഒരു അനുഭവം അതുണ്ടാണ്. ശലോമി, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-20 ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. സെബദിയുടെ ഭാര്യ ശലോമി എന്നാണ് അവളുടെ പേര്. അവൾ വന്നിട്ട് കർത്താവിനോട് പറയാണ്, കർത്താവേ, അത് നമ്മുടെ പത്രം വായിച്ചതാണ്, എന്റെ മക്കൾ ഒരാൾ നിന്റെ ഇടത്തും ഒരാൾ നിന്റെ വലത്തും. നമ്മൾ ആ ഭാവം താഴോട്ട് വായിക്കുന്നത് കേട്ടു അങ്ങനെ പാഠം വായിച്ചതാണ്. കർത്താവ് പറഞ്ഞു, ലോകത്തിന്റെ അധിപതികൾ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ ദാസനാണ്. മഹത്വത്തിന് വേണ്ടിയുള്ളതായ അവളുടെ വാഞ്ചയെ കർത്താവ് വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ സൈക്കോളജിക്കൽ ഇഷ്യൂ. ഈ ശലോമി വന്ന് കർത്താവിനോട് പറയുകയാണ്, എന്റെ മക്കളെ ഒരാളെ എടുത്തും ഒരാളെ വരച്ചു വരുത്തണം എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചോണം. സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്നാ അറിയാം. സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു അവഗണനയോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ പോകുന്ന അവസരമോ അവര് മക്കളിലൂടെയാണ് ഹൈലൈറ്റ് ചെയ്യാറ്. ശ്രദ്ധിച്ചു, ശാന്തമായിട്ട് ശ്രദ്ധിച്ചു. അതൊരു സൈക്കോളജിയാണ്. പാടാൻ അറിയത്തില്ലാതെ കുഞ്ഞിനെ കൊണ്ട് കോരൽ ഇരുത്തുന്നത് എനിക്ക് ഒത്തിരി കൊച്ചനെങ്കിലും ഇരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറയുമോ നമുക്കറിയാം, പാട്ട് പറയുന്നതിനെ കൊണ്ട് ഇരുന്നൊരു കാര്യമല്ല. എന്റെ കൊച്ചിന് എഞ്ചിനീയറോ ഡോക്ടറോ ആണെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ പണ്ടങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹിച്ചത് ഒത്തില്ല. കാരണം എന്റെ തലമുറയ്ക്കകത്ത് എന്നാൽ എന്റെ കൊച്ചിനായിക്കോട്ടെ, എനിക്കൊക്കാത്തതോ എനിക്ക് ലഭിക്കാത്തതോ ഒക്കെ ആര് കാണണം? നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ് ഇപ്പൊ സമ്മതിക്കേണ്ട, പക്ഷെ നിങ്ങൾ വീട്ടിൽ ഞാൻ മുമ്പേ പറഞ്ഞത് ചിന്തിച്ചു നോക്കണം, ഇത് ശരിയല്ലേ? ഇതൊരു മനഃശാസ്ത്രം. നമ്മളെല്ലാം പ്രശ്നം നമുക്കൊക്കാത്ത, പ്രത്യേകിച്ച് ഞാൻ പറയാം അതിനുദാഹരണം, ഈ പരീക്ഷ വരുമ്പോൾ ടെൻഷൻ പിള്ളേർക്ക് അമ്മമാർക്കാണ്. സൺഡേ സ്കൂൾ പരീക്ഷയോ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, കൊച്ചുങ്ങളല്ല അമ്മമാർ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. എന്താ പറയാൻ, അച്ഛൻ നാളെ കുഞ്ഞിന് പരീക്ഷയാണ്, കുഞ്ഞാ പരീക്ഷ എഴുതി അമ്മ വരത്തില്ല പ്രാർത്ഥനയ്ക്ക്. എപ്പോഴാണോ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ടെൻഷൻ? കൊച്ചൻ പറഞ്ഞ് എന്റെ അമ്മയെ കൊണ്ടങ്ങ് തോറ്റു. സമയത്ത് പട്ടി 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 ഈ പടിയും മടിയും അല്ലാതെ അമ്മയ്ക്കൊന്നും പറയും. എന്തുകൊണ്ടാണ്? എനിക്കൊക്കാത്ത എങ്ങനെയാണ് തള്ളി? അതുകൊണ്ടൊരു പ്രശ്നം എന്നു വെച്ചാൽ ഈ വാല്യൂസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഈ ഇൻട്രിൻസിക് വാല്യൂസ്, മറ്റൊന്ന് ഇൻസ്ട്രുമെന്റൽ വാല്യൂസ്. അതേ പറയും ഇൻട്രിൻസിക് വാല്യൂസ്. നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ പണ്ട് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എടാ കുഞ്ഞു നീ ഡോക്ടറാണോ പറഞ്ഞു. എനിക്ക് ഓർത്തില്ല എന്റെ മോനെ ഡോക്ടറാണ്. എന്റെ അപ്പൻ എന്നോട് മണ്ഡലത്തിന് പറഞ്ഞ ഡോക്ടറാണോ? കാരണം അപ്പൻ എന്നത്തെ കാലത്ത് അറിഞ്ഞ ഡോക്ടർ എന്നൊക്കെ പറയാൻ വലിയ കാര്യമായിട്ട് കൊണ്ട് പറഞ്ഞതാ. എന്നെ കൊണ്ട് ഒക്കത്തില്ലാത്തത് ഞാൻ ഇവന്റെ ഡോക്ടർ, ഇവനാണ് ഡോക്ടർ എന്ന് കേൾക്കുമ്പോഴേ ഒപ്പാളോ ആശുപത്രി കയറുമ്പോഴേ മുട്ടടിക്കുന്നവരും അവനെങ്ങനെയാ ഡോക്ടറാണ്? എനിക്കൊരു നേഴ്സിനെ അറിയാം. ഒരു നേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുക, വീട്ടിൽ നിന്ന് മാറിയിട്ട് എനിക്ക് പ്രൊഫഷൻ മാറണം എന്ന് പറയാം. എന്റെ അച്ഛൻ എനിക്ക് ചോര കണ്ടാ വെപ്രാളം. ഇവര് പറഞ്ഞു എനിക്കങ്ങ് വെപ്രാളോ. പിന്നെ 10 ക്ലാസ് കിട്ടണമെങ്കിൽ നേഴ്സ് ആവണം, അമേരിക്ക വരും അല്ലെങ്കിൽ ഏത് മെഡിക്കൽ വീട് അങ്ങ് പോയത്. നമ്മൾ നിർബന്ധത്താൽ അങ്ങാക്കി എഞ്ചിനീയറും ഡോക്ടർമാരും ഒക്കെ ആക്കി. എഞ്ചിനീയർ ആകാൻ ആഗ്രഹിച്ചവനെ അങ്ങ് ഡോക്ടറാക്കി. അവൻ ഡോക്ടറായി കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെ അവനിങ്ങനെ എഞ്ചിനീയറിംഗ് കപ്പാസിറ്റി ഫിറ്റ് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ ആന്ത്രോപോളജി അറിയിക്കും, അവനറിയാവുന്ന മുഴുവൻ ഇങ്ങനെ എഞ്ചിനീയറിംഗ്. കാരണം അവന്റെ മനസ്സിലാണ്. അതുകൊണ്ട് ചില ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ആ പട സർട്ടിഫിക്കേഷൻ. അതാണ് പ്രശ്നം. ഇത് വലിയൊരു അപകടം. ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട. ഇവന്റെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തെക്കാൾ നമ്മുടെ ആഗ്രഹത്തെ അടിച്ചേൽപ്പിക്കുക. അതുകൊണ്ടാ എനിക്ക് ഒത്തില്ല, കർത്താവിനോട് നടക്കാനൊത്തില്ല, എനിക്ക് യാതൊരു സ്ഥാനം കിട്ടില്ല, അതുകൊണ്ട് എന്റെ മക്കളെ ഒന്നിടത്ത് മനസ്സിൽ വരും. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അതിന്റെ ഒരു പ്രശ്നം
ഇതൊരു വലിയ കോമ്പറ്റീഷനിലേക്ക് നയിക്കും. കുഞ്ഞുങ്ങൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഈ അമേരിക്കയിലൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ഇത് വലിയ പ്രശ്നമാണ്. ഈ സ്കൂളിൽ വിട്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഇവിടെ ഈ ലഞ്ചും സപ്പറും ഡിന്നറും ഒക്കെ സ്കൂളിൽ കിട്ടുന്നുണ്ട്. അവിടെ അങ്ങനെ എല്ലാം പോയി വിട്ടുവിടണം. അപ്പൊ ഈ അമ്മ രാവിലെ കുഞ്ഞിനെ ബാലവാടി കൊച്ചു കുഞ്ഞിനെ സ്കൂളിലോട്ട് വിടുമ്പോൾ അതിന് 10 മണിക്ക് കഴിക്കാൻ, ഉച്ചയ്ക്ക് കഴിക്കാൻ, 3 മണിക്ക് കഴിക്കാൻ എല്ലാം ഇങ്ങനെ പല തട്ടിലൊക്കെ പൊതിഞ്ഞ് വെട്ടി കൊടുത്തിട്ട് പറയും, മോനു ആർക്കും കൊടുക്കില്ല. നമ്മളങ്ങനെ കേട്ടില്ലേ പഠിച്ച്? അതാ നമുക്ക് വേണം, മോനു മുഴുവൻ കഴിച്ചോണം കേട്ടോ, ആർക്കും. ഇവൻ രാവിലെ തൊട്ട് വയ്യോളം ഇരുന്ന് കഴിച്ചാൽ തീരാത്തതാണ്. ഇന്നലെ പറയും, മോനു ആർക്കും കൊടുക്കില്ലേടാ, തന്നെ കഴിച്ചോണം കേട്ടോ. ഇവനിത് കേട്ട് 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 പഠിച്ച ആർക്കും കൊടുക്കുകയാണ്. ഇന്ന് മാത്രമല്ല, പഠിച്ച് വളർന്നു കഴിയുമ്പോൾ ഒറ്റ ഒരു മണ്ണാവട്ടെ അതാണ്. അതുകൊണ്ട് ഈ ഒരു സെൽഫ് സെന്റേഡ് ആയിട്ടൊക്കെ പാടില്ല. അവസാനം ഇവൻ കൈയിട്ടെല്ലാം കൂടെ ബ്ലാക്കി കുറച്ച് തിന്നും, കുറച്ച് തിന്നാൻ വയ്യ, കയറ്റ് കൊടുക്കുന്ന അമ്മ അതെടുത്ത് ഗാർബേജ് കളഞ്ഞ കാണിക്കുന്ന സന്തോഷമാണ്. അയ്യോ ആർക്കും കൊടുത്തില്ല, തിന്നില്ല എന്നുള്ളതല്ല സങ്കടം, ആർക്കും കൊടുത്തില്ല എന്നുള്ള സന്തോഷം. അതാണ് പ്രശ്നം. അമ്മ ഇന്ന് ഞാൻ കഴിച്ചില്ല, അമ്മേ എന്റെ കൂട്ടുകാരന് കൊടുത്തു, അന്ന് അവന് 2 ഐഡിയ എക്സ്ട്രാ കിട്ടും. അതാണ് പ്രശ്നം. അതുകൊണ്ട് അടുത്തിരിക്കുന്നവൻ എന്റെ കൂട്ടുകാരൻ, ഇസ് മൈ എനിമി. അതാണ് എന്റെ പ്രശ്നം. ഈ കുറച്ചാൾ മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളൊക്കെ വളരെ മുമ്പ് പഠിച്ചു കഴിഞ്ഞാൽ ജോസിനൊക്കെ കണ്ടാ ചെറുപ്പമാണ്, ഞങ്ങൾക്ക് പ്രായമാണ്. അപ്പൊ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങളിങ്ങനെ ബെഞ്ചിലായിരുന്നു. ഞങ്ങൾക്ക് ഒരു ടീച്ചറുണ്ട്. ഈ ടീച്ചറിന്റെ ഒരു ജോലി എന്നാന്ന് വെച്ചാല് എല്ലാ ആഴ്ചയിലും ആദ്യത്തെ തിങ്കളാഴ്ച ഡിക്റ്റേഷൻ, ഇവരെ കേട്ടെഴുത്ത് നടത്തും. അപ്പൊ ഡിക്റ്റേഷൻ ഞങ്ങൾക്ക് അന്ന് ലാംഗ്വേജിന് ഒരു ടീച്ചറേ ഉള്ളൂ. അപ്പൊ 10 or 20 വാക്ക് പറയും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശരിയാക്കുന്ന ആളാണ് ഒന്നാമതിരിക്കുന്നത്. ആ ഒരാഴ്ച അവൻ ഒന്നാമതിരിക്കാം. അതുകൊണ്ട് ഈ ഒന്നാമതിരിക്കാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞ തിങ്കളാഴ്ച വരണേ കേട്ടെഴുത്ത് നടത്തുന്ന, കേട്ടെഴുത്ത് എന്ന് പറയും, അല്ലെ ഡിക്റ്റേഷൻ നടത്തുന്നത്. കാരണം ഡിക്റ്റേഷനിലുള്ള സന്തോഷം കൊണ്ടല്ല, ഒന്നാമതിരിക്കാനുള്ള സന്തോഷം കൊണ്ട്. അതേപോലെ ടീച്ചർ വന്നിട്ട് തിങ്കളാഴ്ച വന്നു പറഞ്ഞു, എല്ലാവരും പേനും പേപ്പറും എടുത്തു കേട്ടെഴുത്തു. പല വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, ഏത്തക്ക. ഞാൻ വാക്കെന്ന് പറഞ്ഞവിടെ ഏത്തക്കാന്ന് കേട്ടപ്പോൾ ഈ രണ്ടാമതിരിക്കുന്നവനും ഞെട്ടിപ്പോയി. ഏത്തക്ക എങ്ങനെ എഴുതുന്നറിയാൻ അവനറിയാതെ ഒന്നാമതിരിക്കുന്ന വിളിച്ചു. എങ്ങനാ? ഉടനെ ഈ ഒന്നാമത്തവൻ അവന്റെ സ്ട്രൈറ്റ് എഴുതി കാണിച്ചു, ഏത്താക്ക, നീട്ടി ഒരു എഴുത്ത്. ഈ രണ്ടാമത്തവൻ ഏത്താക്കാന്ന് എഴുതിയെന്ന് വിളിച്ചു. അപ്പോൾ ഈ ഒന്നാമത്തവൻ ഇങ്ങനെ അവൻ ഓരോന്ന് എഴുതുമ്പോഴും ഇങ്ങനെ നോക്കുക. കാരണം രണ്ടാമത്തവൻ തെറ്റിക്കുന്നുണ്ടോ എന്നല്ല. ഇവനിങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി അവനൊരു തെറ്റ് കണ്ടതിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ ഒന്നാമതിരിക്കുമ്പോഴാണ് ഇവനിങ്ങനെ അടുത്തുണ്ട്. ഇവൻ ഭയങ്കര മിടുക്കനാണ്. ഏത് സമയത്ത് എന്റെ സ്ഥാനം ഇവൻ അടിച്ചെടുക്കും എന്നുള്ള പേടിക്ക് ഇരിക്കും. അതുകൊണ്ടാണ് നോക്കുന്നത്. നോക്കുമ്പോൾ ഇതിനൊരു തെറ്റുണ്ടെന്ന് കണ്ടു. തെറ്റുണ്ടെന്ന് കണ്ടിട്ടപ്പോഴാണ് ഇവൻ രണ്ടാമത്തെ ചോദ്യം, ഏത്തയ്ക്കാ എഴുതുന്നത് എങ്ങനെയാ? അപ്പൊ ഇവൻ നീട്ടി കാണിച്ചു, ഏത്താക്കോ. ഈ പാവപ്പെട്ട രണ്ടാമത്തെ ഏത്താക്കാം. ടീച്ചർ നോക്കിയപ്പോ 2 തെറ്റ്. ഇനി 3ാമത് വീടാണ്. നോക്കണേ, കഴിഞ്ഞ ആഴ്ച വരെ ഒന്നാമതിരുന്നവൻ 3ാമത് പോയി. ഒന്നാമത്തിന് സന്തോഷം. ഈ ആഴ്ചയും ഒന്നാമതിരിക്കാൻ തന്നെയല്ല, ഇനി ഉടനെ അവനും ഇപ്പൊ വീട്ടിൽ വന്നപ്പോ വലിയ പറഞ്ഞു, അപ്പാ അമ്മേ ഇന്നലെ വലിയ കാര്യം സംഭവിച്ചു. എന്താണ്? അപ്പാ ഇന്ന് ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവന് തെറ്റുണ്ടായിരുന്നു. അപ്പൊ ഏത്തക്കാന്ന് എഴുതി, ഞാൻ ഏത്തോക്കാന്ന് പറഞ്ഞു. അവൻ എഴുതി പൊട്ടൻ തോറ്റു. അവനെ 3ാമത് കൊണ്ടു. പിന്നെ അപ്പൻ ചോദിച്ചു, എടാ മോനെ, അവൻ ഓൾറെഡി ഒരു തെറ്റുണ്ട്, അവനപ്പോ ഒന്നാമതിരിക്കത്തില്ല എന്ന് നിനക്കറിയാം. പിന്നെ നീ എന്തിനാണ് 2ാമത് തെറ്റിച്ച്? ഏതായാലും നിന്റെ സ്ഥാനം ഉറപ്പായി, നിന്റെ എല്ലാം ശരിയാണ്. പിന്നെ നീ അവനെ തെറ്റിച്ചെന്തിനാ വീണ്ടും അവനെ കുഴപ്പത്തിലാക്കി? ഉടനെ കൊച്ചു മോൻ പറയാ, അപ്പ അവൻ മണ്ടനാണ്. കാരണം അവൻ ഒരു തെറ്റേ ഉള്ളെങ്കിൽ അവൻ വീണ്ടും എന്റെ കീഴത്തിന് എനിക്ക് ഏത് സ്ഥാനത്ത് ഒന്നാമത് വരാം. 2 തെറ്റുണ്ട്, ഉടനെ പറഞ്ഞാൽ അവൻ കൂടുന്നു. ഈ കൊച്ചു പയ്യൻ തന്റെ കൂട്ടുകാരനെ ഒടുകുടിയിൽ കൊണ്ടിടുവാൻ പ്രേരിപ്പിക്കപ്പെട്ടത് ഈ ശൈശവത്തിന്റെ ഒരു നൈർമല്യമൊന്നും അല്ല. ഞാൻ നിങ്ങളും വെച്ചു കൊടുത്ത ചില സന്തോഷകരമായ അനുഭവങ്ങളാണ്. എവിടുന്നായത് പഠിച്ചേ? ഇവനെ ഒടുകുടിയിൽ തള്ളിയിടണമെന്ന് ഈ കൊച്ചു പയ്യൻ പഠിച്ചെങ്കിൽ ഇവനെ തെറ്റിച്ച് 3ാമതോ 4ാമതോ കൊണ്ടുപോയെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഈ പയ്യനല്ല, ഈ പയ്യനിലേക്ക് വെച്ചു കൊടുത്ത ചില മോനെ
നമ്മൾ അതേ വെച്ച് കൊടുക്കുന്ന ചില അറിയാതെ ചില വാല്യൂസ് അല്ലെങ്കിൽ ചില മെസ്സേജസ് നമ്മൾ കൊടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടു പഠിക്കും. പിന്നെ കരച്ചില്ല, എന്റെ അച്ഛോ പ്രാർത്ഥിക്കണേ അച്ഛോ. ഞാൻ യുവജന ഇതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച സമയത്ത് ഏത് പള്ളി ചെന്നാലും പറയും, എന്റെ അച്ഛോ ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരെ പിള്ളേരെ കുറിച്ചാണ് എല്ലായിടത്തും പ്രശ്നമാണ്. അച്ഛാ പ്രാർത്ഥിക്കണേ, അച്ഛാ പ്രാർത്ഥിക്കണേ. ഞാൻ ഞായറാഴ്ച ചെന്നാൽ ഇന്ത്യയിലെ പള്ളി ഒറ്റ ഞായറാഴ്ച 24 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും 24 വയസ്സ് വരെ വളർത്തിയ അമ്മയ്ക്ക് എന്നാണ് തീർന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഇപ്പൊ അച്ഛൻ മാത്രമല്ല പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തേ ഇല്ല. 3 വർഷം അച്ഛൻ പ്രാർത്ഥിച്ച 30 വയസ്സായ കൊച്ചിനെ മാനസാന്തരപ്പെടുക. ഈ 30 വർഷം നിങ്ങൾ വളർത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് 3 വർഷം വന്ന് അച്ഛൻ നോക്കണം. ആരാണ് ഉത്തരവാദി? എങ്ങനെയാണ് ഇവൻ ഒടുവിളിയിൽ പോയത്? ഇവനെ ഒടുവിളിയിലാക്കുവാൻ ഇവൻ പ്രേരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അച്ഛന്മാരെ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രാർത്ഥിക്കണം, കാണണം, അന്വേഷിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കതിരെ കൊണ്ടല്ല. ഇനി അച്ഛന്മാർ കൊണ്ടുവന്നിട്ട് ഇനി ഏതെല്ലാം വേണം, ടിക്ടുവിന്റെ 17 കുരുടാണ്, എന്താണ് പിള്ളേർ ഏത് കുരുടാനെ വെച്ചാലും മണ്ട അടച്ചു പോകുന്നതല്ലാതെ ശരിയാവും. എന്താണ് പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്. ശലോമി നമ്മളെ ഓർമ്മിക്കുന്ന ഈ കോമ്പറ്റീഷൻ വർദ്ധിക്കുവാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ചു. ആദ്യം നമ്മൾ